ഒരു സാധാരണമായ ബിസ്ക്കറ്റ് കമ്പനി, അത് പക്ഷേ കോടിക്കണക്കിന് വരുന്ന ഇന്ത്യക്കാരുടെ ബാല്യത്തിന്റെ ഓർമ്മകളായി മാറിയ, പാർലേജി ആയി മാറിയ കഥയാണ് ഞാൻ നിങ്ങളിലേക്ക് ലഘുവായി എന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ഞാൻ അൻവർ ഷാ, നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ അറിയാൻ പോകുന്നത് ഇന്ത്യയിലും ലോകത്തും ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ബിസ്ക്കറ്റുകളിൽ ഒന്നായി നമ്മളുടെ ഇന്ത്യൻ കമ്പനിയായ പാർലേജി അഥവാ പാർലെ ഗ്ലൂക്കോ എന്ന ബിസ്ക്കറ്റ് എങ്ങനെ മാറി എന്നതിന്റെ ഒരു ചെറിയ രൂപമാണ്. 1939 തന്നെ ഇന്ത്യ ബ്രിട്ടീഷുകാരുടെ ഭരണത്തിലായിരുന്ന കാലഘട്ടത്തിൽ നമ്മളുടെ മുംബൈയിലെ വിലെ പാർലയിൽ പാർലേജി കമ്പനി ഒരു ചെറിയ സാധാരണ ഫാക്ടറിയായി പ്രവർത്തനം തുടങ്ങിയിരുന്നു. അന്ന് ഇന്ത്യയിൽ താരതമ്യേന കൂടുതലും വിദേശത്തു നിന്നും ഇറക്കുമതി ചെയ്തിരുന്ന ബിസ്ക്കറ്റുകളായിരുന്നു ഉപയോഗിച്ചിരുന്നത്. അതാകട്ടെ അന്നത്തെ ഒരു സാധാരണ ഇന്ത്യക്കാരനെ സംബന്ധിച്ച് താങ്ങാൻ പറ്റുന്ന ഒരു കാര്യവും ആയിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് വരുന്ന നമ്മളുടെ ഇന്ത്യയിലെ ജനതയ്ക്ക് ഏറ്റവും വില കുറഞ്ഞതും എന്നാൽ ഗുണമേന്മയിൽ ഒട്ടും കുറവ് വരാത്തതുമായ ഒരു ബിസ്ക്കറ്റ് അവതരിപ്പിക്കണമെന്ന് കമ്പനി ആലോചിക്കുന്നത്. ഏതൊരു സാധാരണക്കാരനും മേടിച്ചു കഴിക്കാൻ പറ്റുന്ന ഒരു വിഭവമായി ബിസ്ക്കറ്റിനെ മാറ്റുക എന്നതായിരുന്നു കമ്പനിയുടെ ലക്ഷ്യം. ആ കാലഘട്ടത്തിൽ അതൊരു പക്ഷേ ഒരു അനിവാര്യ ഘടകം കൂടിയായിരുന്നു. 1929 നിലവിൽ കമ്പനി തുടങ്ങിയെങ്കിലും 1939 പാർലെ ഗ്ലൂക്കോ എന്ന് പറയുന്ന ബിസ്ക്കറ്റിനെ അവതരിപ്പിക്കുന്നത്. കേവലം ഒരു ബിസ്ക്കറ്റിനപ്പുറം അത് ഊർജം നൽകുന്ന ഒരു ഭക്ഷണം എന്ന നിലയ്ക്ക് കൂടി ജനഹൃദയങ്ങൾ കീഴടക്കുന്ന ഒരു കാഴ്ചയാണ് പിന്നീട് നമ്മുടെ ഇന്ത്യയിൽ കണ്ടത്. അങ്ങനെ പാർലേജി എന്ന ബിസ്ക്കറ്റ് ജനപ്രിയമായി മാറി. നമ്മളുടെ ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം ഓരോ സാധാരണക്കാരനായ ഇന്ത്യക്കാരുടെയും വീട്ടിലെ ഇഷ്ടവിഭവമായിരുന്നു പാർലേജി ബിസ്ക്കറ്റുകൾ. അത് അവരുടെ ജീവിതത്തിന്റെ നിത്യഭാഗം കൂടിയായിരുന്നു. കുട്ടികളുടെ ടിഫിൻ ബോക്സിലും യാത്രാവേളകളിലും ചായക്കടകളിലും എല്ലാം ഒരു കരുതൽ ഭക്ഷണമായി പാർലേജി എന്ന ബിസ്ക്കറ്റും ആ കമ്പനിയും മാറി. 1980 കമ്പനി പാർലെ ഗ്ലൂക്കോ എന്ന പേര് ചുരുക്കി പാർലെ ജി എന്ന് കാണുന്ന ഇന്നത്തെ പേരിലേക്ക് മാറി. അതിന് കമ്പനി പറഞ്ഞത് ഗ്ലൂക്കോ എന്നതിനപ്പുറം ജീനിയസ് എന്ന അർത്ഥം കൂടി ഉൾക്കൊണ്ടുകൊണ്ടാണ് കമ്പനി ആ പേര് സ്വീകരിച്ചത് എന്നാണ്. പാർലേജിയുടെ ഏറ്റവും വലിയ വിജയം കുറഞ്ഞ വിലയും കൂടുതൽ ഗുണമേന്മയുമായിരുന്നു. ആ ഒരു കാര്യം ഇന്ത്യൻ ജനതയ്ക്ക് നൽകുന്നതിന് അല്ലെ സാധാരണ ജനങ്ങൾക്ക് നൽകുന്നതിന് കമ്പനി അന്നും ഇന്നും വിജയിച്ചു. ആ ഒരു നേട്ടമാണ് ഇന്ത്യയിലെ സാധാരണ ജനങ്ങൾക്കിടയിൽ പാർലേജി എന്ന കമ്പനിയെ ഇത്രമേൽ ആഴത്തിൽ സ്നേഹിക്കുവാൻ കാരണമാക്കിയത്, അല്ലെങ്കിൽ പോപ്പുലർ ആക്കി തീർത്തത്. വളരെ കുറഞ്ഞ വിലയ്ക്ക് മികച്ച ഗുണനിലവാരത്തിലുള്ള ബിസ്ക്കറ്റുകൾ ജനതയ്ക്ക് നൽകുവാൻ ആ കമ്പനിക്ക് സാധിച്ചു. ഇന്ത്യയിലെ ഏതൊരു ചെറിയ ഗ്രാമത്തിൽ പോലും പാർലേജി എന്ന കമ്പനിക്ക് എത്തിച്ചേരുവാനും ചെന്നെത്തുവാനും സാധിച്ചു. ഇന്ത്യയിലെ വലിയ വലിയ നഗരങ്ങൾക്ക് അപ്പുറം ഗ്രാമങ്ങളിലും ഗ്രാമങ്ങൾ തോറുമുള്ള ചായക്കടകളിലും ചെറിയ ചെറിയ പെട്ടിക്കടകളിലുമെല്ലാം ഈ ബിസ്ക്കറ്റ് അന്നും ഇന്നും സുലഭമായിരുന്നു. പാർലേജി ബിസ്ക്കറ്റുകളുടെ പുറംചട്ടയിൽ കാണുന്ന ആ ഒരു കുഞ്ഞിന്റെ ചിത്രം ഇന്നും നമ്മളിൽ പലരിലും ആ ഒരു നൊസ്റ്റാൾജിയ ഉണർത്തുന്ന, അല്ല ഇന്ത്യയിലെ ഭൂരിഭാഗം വരുന്ന ജനങ്ങളിലും നൊസ്റ്റാൾജിയ ഉണ്ടാക്കുന്ന ഒരു ചിത്രം തന്നെയാണ്. വർഷങ്ങളായി ആ ചിത്രം ബ്രാൻഡിന്റെ ഐഡന്റിറ്റിയായി മാറി. ഇന്നും ആ ഒരു ചിത്രം കാണുമ്പോൾ തന്നെ ആ പേര് വായിക്കാതെ നമുക്ക് തിരിച്ചറിയാം അത് പാർലേജിയുടെ ബിസ്ക്കറ്റ് ആണ് എന്നുള്ളത്. അത്രമേൽ സ്വാധീനമാണ് ആ ഒരു ചിത്രം ഇന്ത്യൻ ജനതയുടെ ഉള്ളിൽ ഉണ്ടാക്കിയത്. മറ്റൊരു ബ്രാൻഡിനോ ഇങ്ങനെ ഒരു ഐക്കൺ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയിൽ എനിക്ക് സംശയമാണ്. 2020 കോവിഡ് മഹാമാരിയിൽ പോലും പാർലേജി എന്ന ബിസ്ക്കറ്റ് കമ്പനിയുടെ വിൽപ്പന ഉച്ചസ്ഥായിയിലെത്തി ഇന്ത്യയിൽ. ആളുകൾ വിശ്വസിച്ച് തെരഞ്ഞെടുക്കുന്ന ഒരു ഭക്ഷണമാണ് എന്ന് വീണ്ടും കമ്പനി തെളിയിച്ചു. പാർലേജി എന്നത് വെറും ഒരു ബിസ്ക്കറ്റ് മാത്രമായിരിക്കത്തില്ല. അത് ചിലപ്പോൾ നമ്മളുടെയൊക്കെ ഇന്നലകളുടെ ഓർമ്മകളായിരിക്കാം, നമ്മളുടെ രാജ്യത്തിന്റെ ചരിത്രമായിരിക്കാം, അതല്ലെങ്കിൽ നമ്മളുടെയൊക്കെ ജീവിതത്തിന്റെ ഭാഗമായിരിക്കാം. പാർലേജി ഓർമ്മകളാണ്, ചരിത്രമാണ്, അത് നമ്മുടെയൊക്കെ ബാല്യവുമായിരുന്നു. ഒരു ചെറിയ ബിസ്ക്കറ്റ് കമ്പനിയായി തുടങ്ങിയ പാർലേജി ഇന്ന് ലോകം അറിയപ്പെടുന്ന ഒരു വലിയ പ്രമുഖ ബ്രാൻഡായി മാറിയിരിക്കുന്നു. ഇനി നിങ്ങൾ പാർലേജി കഴിക്കുമ്പോൾ അല്ലെങ്കിൽ പാർലേജി ബിസ്ക്കറ്റുകൾ കാണുമ്പോൾ അതിന്റെ പിന്നിലെ ഈ ഒരു വിജയകഥയും നമ്മുടെ ഇന്ത്യയുമായി എത്ര അത് ഇണങ്ങിച്ചേർന്ന് കിടക്കുന്നു എന്നുള്ളതും മറന്നു പോകല്ലേ. ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂട്ടുകാരിലേക്ക് എത്തിക്കുക. നമുക്ക് കൂടുതൽ പ്രചോദനം കിട്ടുവാൻ വേണ്ടി നിങ്ങൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. വേറൊരു ടോപ്പിക്കുമായി കാണാം. അതുവരെയും ബൈ. താങ്ക് യു.